നമസ്കാരം. പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരിയുടെ സർക്കാർ പുതിയ നിയമങ്ങളും നിയമനങ്ങളുമൊക്കെയായി വളരെ ക്രിയാത്മകമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിലേറ്റവും പ്രമുഖമായ സുവേന്ദു അധികാരിയുടെ സർക്കാർ എടുത്ത ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളെ സംബന്ധിച്ച് ഇന്നലെ തന്നെ പ്രേക്ഷകരുമായി അതിൻ്റെ വിവരങ്ങൾ തത്വമേ ന്യൂസ് പങ്കുവച്ചിരുന്നു. കാരണം ബംഗ്ലാദേശികളെ സംബന്ധിച്ചുള്ളത് SIRൽ നിന്ന് പുറത്തായവർക്ക് ഇനിയിപ്പോൾ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല എന്നുള്ളത് സംബന്ധിച്ചുമായിട്ടുള്ള തീരുമാനങ്ങൾ തത്വമേ ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ചില പുതിയ തീരുമാനങ്ങൾ കൂടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. തീരുമാനങ്ങൾ മാത്രമല്ല, അത് സംബന്ധിച്ചുള്ള നടപടികളും. അതിലേറ്റവും പ്രമുഖമായ രണ്ട് തീരുമാനങ്ങൾ, ഒന്ന് അനധികൃതമായിട്ടുള്ള നിർമ്മാണങ്ങൾ. അത് അനധികൃതമായിട്ടുള്ള നിർമ്മാണങ്ങളെന്ന് പറയുമ്പോൾ ചാടി വീണ് അയ്യോ പള്ളികൾ മാത്രമാണ് പൊളിക്കുന്നത് എന്നുള്ള ഇരവാദം വേണ്ട. പള്ളികൾ പൊളിക്കുന്നുണ്ട്, അനധികൃതമായ പള്ളികൾ പൊളിക്കുക തന്നെയാണ്. പക്ഷേ അതിനൊപ്പം അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി പശ്ചിമ ബംഗാൾ പല പ്രദേശങ്ങളും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അനധികൃതമായ പല നിർമ്മാണശാലകളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതും യാതൊരു സുരക്ഷാ വ്യവസ്ഥയും പാലിക്കാതെ, ഒരു വൃത്തിയായ ജനൽ പോലുമില്ലാതെ, ശരിയായൊരു ജാലക സംവിധാനം പോലുമില്ലാതെ, അത് തുകൽ നിർമ്മാണശാലകൾ, തുകൽ കൊണ്ടുള്ള വസ്തുക്കൾ നിർമ്മിക്കുന്ന ശാലകളാവും മറ്റ് പല നിർമ്മാണശാലകളും. അതിൻ്റെ ഉള്ളിൽ കള്ളക്കടത്ത് മുതൽ ഭീകരവാദം വരെ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പൂത്ത് വളരുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനശാലകളാണിതെല്ലാം. ഈ കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിലൊരു പ്രദേശത്ത് ഇത്തരത്തിലുള്ളൊരു നിർമ്മാണശാലയിൽ തീ പടരുകയും 2 പേർ മരിക്കുകയും ചെയ്തു. അതേ തുടർന്നാണ് ത്വരിതഗതിയിൽ ഇത്തരത്തിലുള്ള നടപടികൾ സുവേന്ദു സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നിർമ്മാണശാലകളെല്ലാം ഇടിച്ചു പൊളിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബുൾഡോസർ രാജ് പശ്ചിമ ബംഗാളിലും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം. ഇതിൻ്റെ മറ്റൊരു വശം, അല്ലെങ്കിൽ ഈ പുതിയ നടപടികളുടെ മറ്റൊരു വശം, കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പശ്ചിമ ബംഗാൾ പോലീസിന് നൽകപ്പെട്ടിരിക്കുന്നു. സ്ത്രീ സുരക്ഷ സംബന്ധിച്ച്, നിയമ സംവിധാനങ്ങൾ, ക്രമസമാധാന പാലനത്തെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും പാടില്ല. FIR രജിസ്റ്റർ ചെയ്യുന്നതിന് കാലതാമസം പാടില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിൽ അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ കൃത്യമായ തെളിവുകളില്ലാതെ നടപടികൾ എടുക്കുവാൻ പാടില്ല. അറസ്റ്റുകളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതി ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ടുള്ള ആയിരിക്കണം ആരെയെങ്കിലും കസ്റ്റഡിയിലെടുക്കുന്നതോ അറസ്റ്റ് ചെയ്യുന്നതോ. പക്ഷേ നടപടികളുടെ കാര്യത്തിൽ യാതൊരു താമസവും പാടില്ല. പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അവർക്കെന്തെങ്കിലും ദോഷം സംഭവിക്കുന്ന തരത്തിൽ ആരെങ്കിലും പെരുമാറിയാൽ അത്തരത്തിലുള്ള കുറ്റവാളികളോട് യാതൊരു ദാക്ഷിണ്യവും കാണിക്കേണ്ട. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പോലീസിന് രേഖാമൂലം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, കാര്യാലയത്തിൽ നിന്ന് നൽകപ്പെട്ടു കഴിഞ്ഞു. അത് നിയമം എങ്ങനെ നടപ്പാക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് പുതിയ സർക്കാരിൻ്റെ ഒരു പ്രവർത്തന രീതി, അത് സംബന്ധിച്ചുള്ളൊരു കൃത്യമായ നിർദ്ദേശങ്ങൾ പോലീസിന് നൽകിയത്. മറ്റൊരു വശത്ത് ഈ പറയുന്ന പോലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു കളയുക എന്നുള്ള. മൂന്നാമതായിട്ട് അവരെടുത്തിട്ടുള്ളൊരു തീരുമാനം ഈ ഉച്ചഭാഷിണികളെ സംബന്ധിച്ചാണ്. ഒരു പരിധിക്ക് മേൽ ശബ്ദം പുറപ്പെടുവിപ്പിക്കുന്ന ഉച്ചഭാഷിണികൾ ആരാധനാലയങ്ങളിൽ, ശ്രദ്ധിക്കുക, ആരാധനാലയങ്ങളിൽ, പള്ളികളിൽ മാത്രമല്ല അമ്പലങ്ങളിലും വേണ്ട എന്നുള്ള കർശനമായ നിർദ്ദേശം സുവേന്ദു അധികാരിയുടെ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നല്ല, പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. അനുസരിച്ചേ പറ്റൂ. അതിന് ഇനിയിപ്പോൾ 5 നേരം ഇത്തരത്തിലുള്ള ഒരു പരിധിയിൽ കൂടുതലുള്ള ഒരു ഉച്ചഭാഷിണി പ്രഭാഷണം നടക്കില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഇത്രയും നിയമങ്ങളൊക്കെ ഇത്രയും ത്വരിതഗതിയിൽ സുവേന്ദു അധികാരി സർക്കാർ നടപ്പാക്കുമ്പോൾ പശ്ചിമ ബംഗാളിൽ ഇതിനെതിരെ എന്തെങ്കിലും പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ടോ? ഇല്ല. മുറവിളികൾ ഉയരുന്നത് ബംഗ്ലാദേശിൽ നിന്നും കേരളത്തിൽ നിന്നുമാണ്. കേരളത്തിൽ അയ്യോ SIRൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് റേഷൻ കൊടുത്തില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും പാവങ്ങൾ, ബംഗ്ലാദേശികളെ വെടിവെച്ച് കൊല്ലാൻ പാടുണ്ടോ എന്നുള്ള ഇരവാദങ്ങൾ കേരളത്തിൽ നിന്നും, പശ്ചിമ ബംഗാളിൽ ഒരു മുസൽമാനെ നിങ്ങൾ തൊട്ടാൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെല്ലാം ഞങ്ങൾ കൊന്നു തുടങ്ങുമെന്ന് അപ്പുറത്തുള്ള നദിക്കപ്പുറമെന്ന് പറയും. പശ്ചിമ ബംഗാളിലുള്ളവർ ബംഗ്ലാദേശികളെ നദിക്ക് പാർ ജോരത്തെ എന്ന് പറയും. അതായത് നദിയുടെ അപ്പുറത്ത് താമസിക്കുന്നവർ എന്ന് പറയുന്ന ബംഗ്ലാദേശികൾ ഉറഞ്ഞു തുള്ളി തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഭീകരവാദികൾ. ഇവർക്കൊക്കെ നോവുന്നതിൻ്റെ പ്രധാന കാരണം, ഒന്ന്, ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ മമതാ ബാനർജിയുടെ സർക്കാരിൻ്റെ കീഴിൽ അനസ്യൂതം തുടർന്നിരുന്നു എന്നുള്ളത് ഇവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കൃത്യമായി അതറിയാമായിരുന്നു. പക്ഷേ ബംഗാളിൽ കൊല്ലപ്പെടുന്നത് BJPക്കാരായതുകൊണ്ട് തൽക്കാലം ഞങ്ങളത് കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല, ആ വാർത്ത കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ഒരു ഏപ്രാച്ചിയുടെ ഒരു സ്വരം നിങ്ങളൊക്കെ കേട്ട് കാണും, ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അതായിരുന്നു ഇവരുടെ പൊതുവെയുള്ളൊരു മനോഭാവം. ബംഗ്ലാദേശികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ
പശ്ചിമ ബംഗാളിലെ ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മമതാ സർക്കാരിൻ്റെ ഒരു നടപടി അല്ലെങ്കിൽ മനോഭാവത്തെ അതുകൊണ്ട് ഗുണമുണ്ടായിരുന്നത് ബംഗ്ലാദേശികൾക്കായിരുന്നു. പലതരത്തിൽ അവിടെ വേണ്ടാത്ത ഭീകരവാദികളെ ഇങ്ങോട്ടേക്ക് അയക്കുക, പാകിസ്ഥാനിൽ നിന്ന് കാശ് വാങ്ങി ഇവിടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുക, ഒപ്പം മുൻപുണ്ടായിരുന്ന ഉൾഫ പോലുള്ള മാവോയിസ്റ്റ് ഭീകരവാദികൾക്കൊരു താവളം ഒരുക്കി കൊടുക്കുക. അത്തരത്തിലൊരു വ്യവസായമായി തന്നെ ഭീകരവാദത്തെ കൊണ്ട് നടന്ന് പശ്ചിമ ബംഗാളിൻ്റെ അടിസ്ഥാനത്തിൽ നേട്ടം കൊയ്തിരുന്നൊരു രാജ്യമായിരുന്നു ബംഗ്ലാദേശ്. ഇപ്പോൾ അതിർത്തിയെല്ലാം മൂടിക്കെട്ടി ഇത്തരത്തിലുള്ള നടപടികളുമായി സുവേന്ദു അധികാരിയുടെ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ദോഷകരമായി ഇത്തരം നടപടികൾ ബാധിക്കുന്ന ഒരു പ്രദേശം ബംഗ്ലാദേശ് ആയിരിക്കും. കാരണം ഒന്ന്, ഇവിടെ അനധികൃതമായി താമസിച്ചിരുന്ന ലക്ഷക്കണക്കിനോ ഒരുപക്ഷെ കോടിക്കണക്കിനോ ബംഗ്ലാദേശികൾ തിരികെ ബംഗ്ലാദേശിലേക്ക് എത്തും. പശ്ചിമ ബംഗാളിൽ നിന്ന് തൂത്തുവാരിയെടുത്ത്, പശ്ചിമ ബംഗാളിൽ നിന്ന് മാത്രമല്ല ഇപ്പോൾ അസാമിൽ നിന്നും ത്രിപുരയിൽ നിന്നും എല്ലാം കൂട്ടപ്പലായനം തുടങ്ങിയിട്ടുണ്ട് ഈ അനധികൃത കുടിയേറ്റക്കാർ. അവരെല്ലാം തിരികെ ബംഗ്ലാദേശിലേക്ക് എത്തിയാൽ ബംഗ്ലാദേശിൻ്റെ ഒരു ആവാസ വ്യവസ്ഥ മാത്രമല്ല, സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ തന്നെ തകർന്നടിഞ്ഞ് കിടക്കുന്ന ഒരു സാമ്പത്തിക സ്ഥിതി കൂടുതൽ വഷളാകും. തന്നെയുമല്ല, ഭീകരവാദ പ്രവർത്തനത്തിന് നേരത്തെ വാങ്ങിയിരുന്ന കൊട്ടേഷനുകളെല്ലാം ഒരു നടപ്പാക്കുവാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ ബംഗ്ലാദേശ് അഭിമുഖീകരിക്കുന്നുണ്ട്. ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് ബംഗ്ലാദേശ് എന്ന രാജ്യം പോകുന്നത് എന്ന് തന്നെ പറയാം. പശ്ചിമ ബംഗാളിൽ സുവേന്ദു സർക്കാർ അധികാരത്തിലേറ്റതോടുകൂടി സുവേന്ദു അധികാരിയുടെ സർക്കാർ അധികാരത്തിലേറ്റതിനെ സംബന്ധിച്ച് അധികാരത്തിൽ ഈ ഒരു മെയ് 4-ാം തീയതി ഫലം വരുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രവചനം പോലെ ഞാൻ പ്രേക്ഷകരുമായൊരു കാര്യം പറഞ്ഞിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾക്കൊരുപക്ഷെ കേരളത്തിൽ BJP എത്രയെങ്കിലും സീറ്റ് നേടിയാൽ പോലും ഇത്രയും വിഷമം കാണില്ല. പശ്ചിമ ബംഗാളിൽ BJP സർക്കാർ അധികാരത്തിലെത്തി അതിനുശേഷം അവർ കൈക്കൊള്ളുന്ന നടപടികളെ സംബന്ധിച്ച് ഇവർക്കുണ്ടാകുന്ന വിഷമത്തെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ഏതാണ്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് കണ്ണോടിച്ചാൽ ഇവരുടെയൊക്കെ വിലാപങ്ങളിലൂടെ ഈ ഒരു വിധവാ വിലാപമെന്ന് വടക്കേ ഇന്ത്യയിലോട്ടൊക്കെ അത് തമാശയായിട്ട് പറയും. അത്തരത്തിൽ മാറത്തടിയും നിലവിളിയും ഒക്കെയായി ഇവർ നടത്തുന്ന ഈ SIRനെ സംബന്ധിച്ചുള്ള പുതിയ തീരുമാനങ്ങളിലാണെങ്കിലും ഇത്തരത്തിലുള്ള അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു കളയുന്ന നടപടികളിലായാലും ഇവർ കൈക്കൊള്ളുന്നൊരു മനോഭാവം അല്ലെങ്കിൽ ഇവർ കൈക്കൊള്ളുന്നൊരു സ്റ്റാൻഡ് എന്ന് പറയുമല്ലോ, മാധ്യമങ്ങളുടെ ഒരു അഭിപ്രായ പ്രകടനങ്ങൾ എത്തരത്തിലാണ് പോകുന്നത് എന്നൊന്ന് നിരീക്ഷിച്ചാൽ ഈ നെഞ്ചത്തടിയും നിലവിളിയും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, ആസ്വദിക്കാനും സാധിക്കും. എന്തായാലും സുവേന്ദു അധികാരി സർക്കാർ മുന്നോട്ട് തന്നെയാണ്. ഹിമന്ത ബിശ്വ സർക്കാരിനെ സംബന്ധിച്ച് വിശദമായി മറ്റൊരു വീഡിയോ ചെയ്യേണ്ടതുണ്ട്. കാരണം ഹിമന്തയുടെ ഒരു പശ്ചാത്തലവും ഹിമന്ത ഇപ്പോൾ എടുക്കുന്ന നടപടികളുടെ ചില തീക്ഷ്ണതകളും അതിൻ്റെ ഒരു അനിവാര്യതയും സംബന്ധിച്ച് വിശദമായൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടതുണ്ട്. അതൊരു പക്ഷേ RPയുമായിട്ടുള്ളൊരു ചർച്ചയിലൂടെയാകാം, അല്ലെങ്കിൽ മറ്റൊരു 1-2 ഭാഗങ്ങളുള്ള വീഡിയോയുമായിട്ടാകും. എങ്ങനെ വേണമെന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.